ക്യാമറകളില്ലാത്ത, ലബോറട്ടറികളില്ലാത്തൊരു കാലത്ത് ചെടികളെ തേടി അവയെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് അവയുടെ രൂപം ചിത്രങ്ങളിലൂടെ രേഖപ്പെടുത്തിയ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് റഷീദുദ്ദീൻ അൽ സൂരി. 13-ാം നൂറ്റാണ്ടിലെ പ്രമുഖ വൈദ്യനും സസ്യശാസ്ത്രജ്ഞനുമായിരുന്നു അദ്ദേഹം. ലഭ്യമായ ജീവചരിത്ര വിവരങ്ങൾ പ്രകാരം ഏകദേശം 1177 ഹിജറ 573 ഇന്നത്തെ ലബനോനിലെ ചരിത്രപ്രസിദ്ധ നഗരമായ ടയറിലായിരുന്നു റഷീദുദ്ദീൻ അൽ സൂരിയുടെ ജനനം. അറബിയിൽ ടയർ നഗരത്തെ സൂർ എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹം ജനിച്ച കാലം വളരെ സങ്കീർണമായ രാഷ്ട്രീയ കാലഘട്ടമായിരുന്നു. അന്ന് ഈ പ്രദേശം ക്രൂസേഡർ സ്റ്റേറ്റ്സിന്റെ നിയന്ത്രണത്തിലായിരുന്നു. പിന്നീട് അയ്യൂബി ഡൈനാസ്റ്റി ഈ പ്രദേശങ്ങളിൽ ശക്തിപ്പെട്ടു. റഷീദുദ്ദീന്റെ ജീവിതകാലത്ത് തന്നെ ഈ രാഷ്ട്രീയ മാറ്റങ്ങൾ സംഭവിച്ചു. ടയറിൽ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ശേഷം അദ്ദേഹം ജെറൂസലേമിലേക്ക് പോയി. അവിടെ അദ്ദേഹം വൈദ്യശാസ്ത്ര രംഗത്ത് പ്രവർത്തിച്ചു. ഇവിടെയാണ് അദ്ദേഹത്തിന്റെ വൈദ്യജീവിതം കൂടുതൽ വികസിച്ചത്. അൽ മലിക് അൽ ആദിൽ എന്നറിയപ്പെട്ടിരുന്ന അയ്യൂബിഡ് ഭരണാധികാരി സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ സഹോദരനായിരുന്നു. റഷീദുദ്ദീന്റെ വൈദ്യപരമായ കഴിവ് ഭരണാധികാരി അൽ ആദിലിന്റെ ശ്രദ്ധയിൽപ്പെടുകയും അദ്ദേഹത്തിന്റെ കഴിവിൽ സന്തുഷ്ടനായ സുൽത്താൻ അദ്ദേഹത്തെ കെയ്റോയിലേക്ക് കൊണ്ടുപോയി അവിടെ അദ്ദേഹം സുൽത്താന്റെ പേഴ്സണൽ ഫിസിഷ്യനായി സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. കുരിശ് യുദ്ധകാലത്ത് പട്ടാളക്കാരെയും മറ്റും സൗജന്യമായി ചികിത്സിച്ചിരുന്നു അദ്ദേഹം. റഷീദുദ്ദീൻ അൽ സൂരി മറ്റു വൈദ്യന്മാരിൽ നിന്നും വ്യത്യസ്തനാകുന്നത് അദ്ദേഹത്തിന് മെഡിസിനൽ പ്ലാന്റ്സിനോട് പ്രത്യേക താല്പര്യമായിരുന്നു. അക്കാലത്ത് സസ്യങ്ങളെക്കുറിച്ചുള്ള അറിവിന്റെ വലിയൊരു ഭാഗം പഴയ ഗ്രന്ഥങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷെ അൽ സൂരി പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് മാത്രം വിശ്വസിക്കാതെ സസ്യത്തെ നേരിട്ട് കണ്ട് സസ്യങ്ങളെ അവരുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ നിരീക്ഷിക്കുകയും അവയുടെ രൂപം രേഖപ്പെടുത്തുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിലെ ഏറ്റവും പ്രശസ്തമായ ഭാഗമാണ് ബോട്ടണിക്കൽ ഇല്ലുസ്ട്രേഷൻസ്. സസ്യങ്ങളുടെ ചിത്രങ്ങൾ വരയ്ക്കാൻ കലാകാരന്മാരെ ഉപയോഗിച്ചു. പക്ഷെ അത് വെറും അലങ്കാര ചിത്രങ്ങൾ മാത്രമായിരുന്നില്ല. സസ്യത്തിന്റെ ഇല, പൂവ്, തണ്ട്, ഫലം, വിത്ത്, വേരുകൾ, വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ തുടങ്ങിയ പ്രത്യേകതകൾ ശ്രദ്ധിച്ച് രേഖപ്പെടുത്തുകയായിരുന്നു. ഒരു സസ്യം വളരുമ്പോൾ അതിന്റെ രൂപത്തിൽ വരുന്ന മാറ്റങ്ങളും ശ്രദ്ധിച്ചു. ഇത് അദ്ദേഹത്തിന്റെ നിരീക്ഷണാധിഷ്ഠിത ശാസ്ത്രീയ സമീപനത്തിന്റെ പ്രധാന ഉദാഹരണമാണ്. റഷീദുദ്ദീൻ അൽ സൂരിയുടെ പ്രധാന രചനകളിൽ ഒന്നാണ് കിതാബുൽ നദവിയ അൽ മുഫ്രദ. അൽ മുഅദ്ദം രാജാവിന്റെ കാലത്താണ് ഈ ഗ്രന്ഥം രചിക്കുന്നത്. അതുവരെ കണ്ടെത്താത്ത 500ഓളം മെഡിസിനൽ പ്ലാന്റ്സിനെ കുറിച്ചും അവയുടെ വകഭേദങ്ങളെ കുറിച്ചുമാണ് ഇതിൽ വിശദീകരിക്കുന്നത്. സമകാലികനായ ചരിത്രകാരനും ഫിസിഷ്യനുമായിരുന്ന ഇബ്നു അബി ഉസൈബ തന്റെ വൈദ്യശാസ്ത്ര ചരിത്രത്തിലെ പ്രമുഖ ജീവചരിത്ര ഗ്രന്ഥമായ ഉയൂനുൽ അംബ ഫി തൊബഖാത്തിൽ അത്തിബ എന്ന ഗ്രന്ഥത്തിൽ റഷീദുദ്ദീൻ അൽ സൂരിയെ കുറിച്ച് പലതവണ പരാമർശിക്കുന്നുണ്ട്. 1241 റഷീദുദ്ദീൻ അൽ സൂരി ഈ ലോകത്തോട് വിട പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന്റെ അറിവിന്റെ യാത്ര അവിടെ അവസാനിച്ചില്ല. പൂക്കളിലും ഇലകളിലും ഔഷധ സസ്യങ്ങളിലും അദ്ദേഹം കണ്ടെടുത്ത അറിവ് ചിത്രങ്ങളിലൂടെയും രേഖകളിലൂടെയും കാലത്ത് മറികടന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു സസ്യത്തെ വെറുതെ നോക്കാതെ അതിനെ ശ്രദ്ധിച്ച് തിരിച്ചറിഞ്ഞ് അതിന്റെ ഓരോ മാറ്റവും രേഖപ്പെടുത്തിയ വൈദ്യനായിരുന്നു അദ്ദേഹം. പ്രകൃതിയുടെ നിശബ്ദമായ ഭാഷ വായിക്കാൻ ശ്രമിച്ച മനുഷ്യൻ.